കൂലി ഉണ്ടെന്നുള്ള കാര്യം. ഇനിയുണ്ട് ഒരുപാട് കൂലി, നിങ്ങൾക്ക് മാത്രമുള്ള കുറെ കൂലിയുണ്ട്. അല്ലാഹു അക്ബർ. അതെല്ലാം കേട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ, പക്ഷെ എന്റെ വിഷയം അതല്ലല്ലോ. സ്ത്രീകളെ കുറിച്ച് മാത്രം പരാമർശിക്കുന്ന വിഷയമായിരുന്നെങ്കിൽ ഞാനത് പറഞ്ഞു തരുമായിരുന്നു. അപ്പൊ എന്റെ വിഷയമല്ല, എന്റെ യുവാക്കൾ യുവതികളാണ്. അപ്പൊ എനിക്ക് അങ്ങോട്ടേക്ക് കയറാണ്, എന്റെ ലക്ഷ്യം അതാണ്. അപ്പൊ അതുകൊണ്ട് വലിയ പ്രതിഫലം നിങ്ങൾക്ക് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ വെറും സാദാ സീത അല്ല. കാരണം ഖുർആൻ നിങ്ങളെ കുറിച്ചാണ് കൂടുതൽ പരാമർശിച്ചത്. നിങ്ങൾക്ക് വേണ്ടി ഒരു സൂറത്ത് തന്നെ അള്ളാഹ് ഇറക്കി. ആണുങ്ങൾക്ക് അവിടെ സൂറത്ത് ഖുർആനിൽ സൂറത്തുൽ റിജാൽ എന്ന് പറഞ്ഞിട്ടൊരു ആയത്തുണ്ടോ? ഇല്ല. സൂറത്തുൽ നിസാ എന്ന് പറഞ്ഞിട്ടുള്ള ആയത്തുണ്ട്. സൂറത്തുൽ നിസാ പെണ്ണുങ്ങൾക്ക് എന്നുള്ള ആയത്തുണ്ട്, സൂറത്തുൽ റിജാൽ ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കി. സ്ത്രീകളുടെ വസ്ത്രത്തെ കുറിച്ച് ഖുർആൻ പരാമർശിക്കുന്നുണ്ട്, പുരുഷന്മാരുടെ വസ്ത്രത്തെ കുറിച്ചല്ലല്ലോ ഖുർആൻ പരാമർശിക്കുന്നത്. നമ്മൾ ചിന്തിക്കണം. സഫാ മർവയ്ക്കിടയിൽ ഓടേണ്ടത് ആരാ? ആ പച്ച ലൈറ്റ് കാണുമ്പം പുരുഷനാ ഓടേണ്ടത്, സ്ത്രീയല്ല ഓടേണ്ടത്. സ്ത്രീ ഓടണ്ട, നീ പതുക്കെ പയ്യെ പോ. പുരുഷൻ ഓടണം ആ സമയത്തുമ്പോ. അള്ളാഹ് നമ്മളെ ഇട്ട് ഓടിച്ചിട്ട് നിങ്ങളെ പതുക്കെ പതുക്കെ വന്നാൽ നിങ്ങൾക്ക് എത്ര സ്ഥാനാണ്. ഉമ്മാന്റെ കാലിന്റെ കീഴിലാ സ്വർഗ്ഗം നബി തങ്ങൾ പറഞ്ഞു. ഉപ്പാന്റെ കാലിന്റെ കീഴിൽ നിന്നുണ്ടോ? അത് ചില ഉലമാക്കളും ചില മുഹദ്ദിസീങ്ങളും പറയുന്നുണ്ട് അത് മാതാപിതാക്കളെ രണ്ടും കൂടെ ചേർത്തിട്ടാണ് പറഞ്ഞത്. കാരണം ഉപ്പാക്ക് ഒരു വിഷമം ഉണ്ടാകാതിരിക്കാൻ. എന്നാലും നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുള്ളത് എന്താണ്? ഉമ്മാന്റെ കാലിന്റെ കീഴിലാണ് സ്വർഗം. കാരണം ഉമ്മാന്റെ മഹത്വം അത്രയ്ക്കും വലുതാണ്. അതുകൊണ്ടാണ് ഉമ്മ ആരാന്ന് ആദ്യം പഠിക്കണം. നമ്മൾ കാണുന്ന ഉമ്മ ഗർഭിണിയായി പ്രസവിച്ച് മുല കൊടുത്തിട്ട് കൊണ്ടുപോകും, അതെല്ലാം ഉമ്മ. ആ ഉമ്മ എന്നുള്ള സബ്ജക്ട് മാത്രം വെച്ചിട്ട് ഉമ്മ ആരെന്ന് ആദ്യം പഠിക്കണം. അതാണ് മനസ്സിലാക്കേണ്ടത്. എവിടെ നിന്നാണ് ഉമ്മുൻ എന്ന വാക്ക് വന്നത്? എന്നാലേ ഉമ്മന്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്നാലേ ഈ കുട്ടികള് ഈ ഉമ്മാന്റെ മഹത്വം മനസ്സിലാക്കുള്ളൂ. അതുകൊണ്ടാണ് ഉമ്മാന്റെ കാലിന്റെ കീഴിൽ സ്വർഗം എന്ന് പറഞ്ഞത്. അത് അത്രയും വലിയ മഹത്വം ഉള്ളത് കൊണ്ടാണ്. ചെറിയ കാര്യമല്ല അത്, ചെറിയ കാര്യമല്ല. അല്ലാഹു ഉമ്മയെയും ഉപ്പയെയും കുറിച്ച് ഖുർആനിൽ ചർച്ച ചെയ്തിട്ട് വവസ്സൈനൽ ഇൻസാൻ ബിവാലിദൈഹി, മാതാപിതാക്കളെ ഉപകാരം ചെയ്യണേ എന്ന് അള്ളാഹു പറഞ്ഞിട്ട് പെട്ടെന്ന് അള്ളാഹു റൂട്ട് മാറ്റുന്നു. കണ്ടോ? മാതാപിതാക്കളോട് നിങ്ങൾ കരുണ ചൊരിയണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അള്ളാഹ് പിന്നെ തുടങ്ങുന്നത് ഉമ്മാന്റെ മഹത്വം പറഞ്ഞിട്ടാണ്. അപ്പൊ അതിലൊക്കെ വലിയ ഹിക്മത്തുണ്ട്. അതവിടെ ഇരിക്കട്ടെ, നമ്മുടെ വിഷയം അതല്ല. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് ഉപ്പമാർക്ക് ആഫിയത്ത് ആരോഗ്യ ദീർഘായുസ് നൽകുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങൾ മരണപ്പെട്ട ഞങ്ങളുടെ ഉമ്മ ഉപ്പ നീ സ്വർഗം കൊടുക്കണേ പടച്ചവനെ. ഖബർ പ്രകാശിപ്പിക്കണേ പടച്ചവനെ. ആ ഖബറിൽ സന്തോഷം ഇറക്കണേ പടച്ചവനെ. അദാബുകൾ ഒഴിവാക്കണേ പടച്ചവനെ. അവരെ ഞങ്ങളെ സ്വർഗത്തിൽ നീ അല്ലിയൂനിൽ സ്വാലിഹീങ്ങളോടൊപ്പം നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ പടച്ചവനെ. അതിന് നമുക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ദ്വാരക്കണം. രണ്ടുപേരെ നമുക്ക് കിട്ടണം. ഈ ദുനിയാവിൽ കിട്ടുന്നത് പോലെ സ്വർഗത്തിലും കിട്ടും. അത് കിട്ടും എന്ന് ഖുർആൻ അവിടെയും പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം നല്ലപോലെ ശ്രദ്ധിക്കണേ സഹോദരിമാരെ. അപ്പൊ ഖുർആൻ അല്ലാഹു നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഖുർആൻ നിങ്ങൾ ഓതിക്കോളി, നിങ്ങളുടെ വിഷമം മുസീബത്തുകളൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടും. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഖുർആനിൽ ആണുങ്ങളും പെണ്ണുങ്ങളും എന്ന് പ്രത്യേകം പറയുമ്പോൾ അവരുടെ അമലുകളെ കുറിച്ചല്ല, കുറച്ച് ചില നിയമങ്ങളുടെ വിഷയങ്ങൾ വരുമ്പോഴാണ് അങ്ങനെ മാറ്റി പറയുന്നത്. ബാക്കിയെല്ലാം തുല്യ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നാളെ ആഖിറത്തിൽ ഈ ചോദ്യം ഈ ആണിനോടും പെണ്ണിനോടും ഉണ്ടാവും. നമ്മുടെ യുവത്വം എങ്ങനെ നമ്മൾ ചെലവാക്കി, ഇത് ചോദ്യം ആണിനോടുണ്ടാവും പെണ്ണിനോടുണ്ടാവും. അതുകൊണ്ട് നമ്മളൊരു ലക്ഷ്യമില്ലാതെ യാത്ര ചെയ്യരുത്. ആണാകട്ടെ പെണ്ണാകട്ടെ, തീർച്ചയായും നമ്മളെ കുറിച്ച് നാളെ ചോദ്യമുണ്ടാകും. ആ ചോദ്യത്തിന്റെ മുന്നിൽ നമ്മളായിരിക്കും മറുപടി പറയേണ്ടത്. അതാ അല്ലാഹു പറഞ്ഞത്, അയഹ്സബുൽ ഇൻസാൻ അയ്യുത്രക സുദാ അലം യകുൻ തുഫതം മിൻ മനിയുംനാ ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى أليس ذلك بقادر على أن يحيي الموتى. മരിച്ചുപോയാൽ മണ്ണോട് ചേർന്ന് ഭസ്മമായി പോകുമെന്ന് കരുതല്ലേ യുവാക്കളെ. മരണപ്പെട്ട് എത്രയോ പേരുടെ മയ്യത്തടക്കിയവരാണ് ഞങ്ങൾ. 10 വർഷമായാൽ ആ ഖബറൊന്ന് തുറന്നു നോക്കിയാൽ ആരുമില്ല. ആ ഖബറിന്റെ ഉള്ളിൽ ഭസ്മമാണ്, ധൂളികളാണ്, പൊടികളാണ്, ഒന്നുമില്ലാതെ ദ്രവിച്ചു പോയി
തുരുമ്പ് പിടിച്ചു പോയി, ചിതലരിച്ചു പോയി. ആ ഖബറിൽ മനുഷ്യനെ ഇല്ല കേട്ടോ. പിന്നെ എങ്ങനെയാണ് ഒരു പുനരുദ്ധാരണം, എങ്ങനെയാണ് ഒരു പുനർജന്മം സംഭവിക്കുക? അതാണ് അല്ലാഹ് ചോദിക്കുന്നത്. ലം യകുൻ ശൈഅൻ മദ്കൂറാ, ഈ ദുനിയാവിൽ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വസ്തുവായിരുന്നു നിന്നെ. ഹുവല്ലദീ യുസവ്വിറുകും ഫിൽ അർഹാമി കൈഫ യശാ വൽ ഫുആദ കുല്ലു ലാ അൻഹു മസ്ഊലാ. കണ്ണ് ഉപയോഗിക്കല്ലേ, ആവശ്യമില്ലാത്ത കാര്യത്തിന് കാത്. മണിക്കൂറുകളോളം വാട്സപ്പ്, ഒരു അരമണിക്കൂർ ഖുർആൻ നോക്കാൻ നിന്റെ കണ്ണ് തുറന്നു വെച്ചിട്ടുണ്ടോ? ചോദ്യം ഉണ്ടാവും ഈ കണ്ണിനോട്. നമ്മളൊന്നും മിണ്ടണ്ട. സൂറത്ത് യാസീൻ ഓതുന്നവരല്ലേ? സൂറത്ത് യാസീൻ ഓതുന്നവരല്ലേ? ഈ ആയത്ത് കേട്ടോളി. എപ്പോഴും ഇനി യാസീൻ ഓതുമ്പോൾ അർത്ഥം കൂടെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഏത് സൂറത്ത് ഓതിയാൽ അർത്ഥം കൂടെ മനസ്സിലാക്കിക്കോ, ഏറ്റവും നല്ലതാണ്. മനസ്സിലാക്കിയാൽ നമുക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ നാളെ അവിടെ പോയിട്ട് കൈയും കാലം പിടിക്കാൻ ആരുമില്ല. നഫ്സി 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 നഫ്സി, ഞാനല്ലാതെ മറ്റാരുമില്ല. മാതാപിതാക്കളും മക്കളും തമ്മിലൊരു ബന്ധമാണ്. ഇവിടെ വെച്ച് നമുക്കൊരു ബന്ധമുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ബന്ധമുണ്ടോ ഇല്ലയോ? അതാണ് ചിന്തിക്കേണ്ടത്. നമ്മുടെ മക്കളെ പിഴപ്പിച്ചതിന്റെ ഉത്തരവാദിത്തം ഈ വാപ്പ നാളെ അനുഭവിക്കാൻ പോവുകയാണ്. ഈ ചെറുപ്പക്കാർ ഇത്രത്തോളം വഴിതട്ടി പോകാനുള്ള കാരണക്കാർ ആര്? നമ്മുടെ കീഴിലുള്ള, എന്റെ കസ്റ്റഡിയിലുള്ള എന്റെ മകനാണ്, എന്റെ മകളാണ്. ഞാൻ നിയന്ത്രിക്കും. എന്റെ ഉപ്പ, എന്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ നിയന്ത്രിക്കണമല്ലോ. അതല്ലേ വാപ്പ ഉമ്മ എന്ന് പറഞ്ഞ ഒരു സുപ്രീം പവറാണ്. അല്ലാതെ ഈ സാധനം ഉണ്ടാക്കി ഇങ്ങോട്ട് പ്രൊഡക്റ്റ് ചെയ്ത് വിടാനുള്ള ഒരു മിഷൻ അല്ല ഇത്. ഈ സാധനം, ഈ രണ്ടെണ്ണം, ഈ കുറെ മക്കളെ ഉണ്ടാക്കി വിടാന് ഈ ചപ്പാത്തിയും അരിപ്പത്തിരിയും ഒന്നും അല്ലല്ലോ ഈ സാധനം. ഈ മിഷീനകത്ത് ഉണ്ടാക്കി ഇങ്ങനെ ഇങ്ങോട്ട് പ്രൊഡക്റ്റ് ചെയ്തിട്ട് ആർക്കെങ്കിലും ഒക്കെ സെയിൽ ചെയ്യാൻ പറ്റിയ സാധനം അല്ലല്ലോ ഇത്. ഈ വാപ്പയും ഉമ്മയും നമ്മളെ ഉണ്ടാക്കിയത് കൊണ്ട് തീർച്ചയായും ഈ വാപ്പയുടെ പേര് വെച്ചിട്ടാണ് ഈ മോനെ വിളിക്കപ്പെടുക. എന്നുള്ള ആക്രത്തില് എല്ലാരും വിളിക്കപ്പെടുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് ഈ വാപ്പാക്കും ഉമ്മാക്കും മകനോട് ഉത്തരവാദിത്തമുണ്ട്. ഈ മക്കളോട് മാത്രം ഞാൻ പറയുന്നത്, വേറെ ഒന്നും നമുക്ക് ചർച്ച വിടില്ല. വേറെ ഒരു ചർച്ച ഇവിടെ വേണ്ട. എന്തെങ്കിലും നമ്മൾ എതിരായിട്ട് പറഞ്ഞ ഉസ്താദ് ചോദിച്ചോട്ടെ, നമുക്ക് വിഷയമില്ലല്ലോ. ഇതാണ് എല്ലാത്തിനും അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വെറുതെ അല്ല നമ്മളെ മക്കളെ വളർത്തുന്നത്, നമ്മുടെ കൂടെ കൊണ്ടു നടക്കണം. നമുക്ക് ഈ കുട്ടി സ്വർഗത്തിൽ വേണം. ഇത് ഇവിടെ എങ്ങനെയെങ്കിലും ഇവനെ പഠിപ്പിച്ച് MBA-കാരനാക്കി എടുത്തിട്ട് കുറച്ച് പണം ഉണ്ടാക്കി തരാൻ മാത്രം പോരാ. ഈ വാപ്പ മരിച്ചാൽ ഈ മയ്യത്തിന്റെ അരികിൽ വന്ന് സിയാറത്ത് ചെയ്യാൻ, ഈ മയ്യത്ത് കുളിപ്പിക്കാൻ, ഈ വാപ്പ എന്നെ വളർത്തിയ വാപ്പ, എനിക്ക് ചെലവ് തന്ന വാപ്പ, എന്നെ പഠിപ്പിച്ച ഉപ്പ, ഈ ഉപ്പാന്റെ മയ്യത്ത് സ്വന്തം കൈകൊണ്ട് കബറിലേക്ക് ഇറക്കി വെക്കാൻ, ആ ഉപ്പാന്റെ കബളിൽ ഒരുപിടി മണ്ണെടുത്ത് വെക്കാൻ, ആ ഉപ്പാക്ക് വന്ന് പൊട്ടിക്കറിഞ്ഞ് ദുആ ചെയ്യാൻ, ഒരു നിമിഷം പോലും കൈ ഉയർത്തുമ്പോൾ വാപ്പ വാപ്പ, എന്റെ ഉമ്മ ഉമ്മ എന്ന് വിളിക്കാതെ അവനെ കൈ താഴ്ത്താൻ പാടില്ല. അങ്ങനെ വിളിക്കാൻ ഒരു മകനെ, ഒരു മകളെ പ്രാപ്തനാക്കലാണ് മാതാപിതാക്കളുടെ ജോലി. അവരാണ് അവരെ പഠിപ്പിച്ചോളൂ. അവരെ ഏറ്റവും വലിയ ഉസ്താദ് അവരാണ്. ആദ്യത്തെ മദ്രസ ഉമ്മാന്റെ മടിത്തട്ടാണ്. അതാണ് ആദ്യത്തെ മദ്രസ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് കാര്യം ചോദിച്ചു, അധികമാക്കി തരണേ അല്ലാഹ്, അധികരിപ്പിച്ചു തരണേ അല്ലാഹ്. രണ്ട് കാര്യമേ ചോദിച്ചുള്ളൂ. മൂന്നാമതൊരു കാര്യം ചോദിച്ചാട്ട് എനിക്കറിയില്ല, അതീതിൽ ഞാൻ കണ്ടിട്ടില്ല. രണ്ട് കാര്യമാണ് അധികരിപ്പിച്ചു തരാൻ വേണ്ടി പറഞ്ഞത്. ഒന്ന് ഇൽമ്, റബ്ബി സിദ്നി ഇൽമാ, ഇൽമ് അധികരിപ്പിച്ചത് അല്ലാഹ്, അറിവ്. രണ്ടാമത് നബി തങ്ങളെ അധികരിപ്പിച്ചു തരാൻ പറഞ്ഞത് പാല് കുടിക്കുമ്പോൾ നബി തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വസിദ്നാ മിൻഹു. അല്ലാഹുവേ, ഈ പാലിൽ ബർക്കത്ത് നൽകണേ, ഇത് അധികരിപ്പിച്ചു തരണേ അല്ലാഹ്. ഈ പാലും അറിവുമായി ബന്ധമുണ്ട്. ആദ്യം ഈ ഉമ്മ മുലപ്പാല് കൊടുത്തിട്ടാണ് ഈ കുട്ടിയെ വളർത്തുന്നത്. ഈ മുലപ്പാല് കൊടുക്കുമ്പോ ഈ കുട്ടിയെ തർബിയത്തോടു കൂടി കൊടുക്കണം. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു ലോകത്തെ ഇത്ര വലിയ ഒരു മഹാനുഭാവനായി ഖുതുബുൽ അഖ്ദാബായി എന്ന് ലോകം അറിയപ്പെടണമെങ്കിൽ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറഞ്ഞു, എന്റെ മകന് ഒരു പ്രാവശ്യം പോലും ഞാൻ മുല കൊടുത്തിട്ടില്ല ഒളുവെടുക്കാതെ. എപ്പോഴും എന്റെ മകന് ഞാൻ മുല കൊടുത്തത് ഒളുവെടുത്തിട്ടായിരുന്നു. നമ്മുടെ മക്കൾക്ക് ഒളുവെടുത്തിട്ടാണോ പാല് കൊടുത്ത? ഇന്ന് മുതൽ ചിന്തിച്ചാൽ മതി. പുറയ്ക്ക് പോരുന്നത് ചിന്തിച്ചാൽ മതി. ഇനി ഒളുവെടുത്തിട്ട് നിസ്കരിക്കാൻ വരുമ്പോഴാണ് കുട്ടി കരയുന്നെങ്കിൽ ഞാൻ നിസ്കരിക്കാൻ പോവാ, നിസ്കരിച്ചിട്ട് കൊടുക്കാം. നീ മക്കളെ ഒന്നാട്ടിക്കോ എന്ന് പറഞ്ഞാൽ ആരെയും ലേപ്പിക്കും, ആ കുട്ടിയെ ഒന്നാട്ടിക്കോ, ഞാൻ നിസ്കരിച്ചിട്ട് വരട്ടെ. പാല് കൊടുക്കൂല, നിസ്കരിച്ച് ഒളു മുറിഞ്ഞിട്ടേ പിന്നെ കൊടുക്കുള്ളൂ. പോയി ആ സമയത്തും ഇല്ല. ഒളുവെടുത്തിട്ട് പാല് കൊടുക്കണം.
ആ കുട്ടി നന്നായി വരണമെങ്കിൽ ഗർഭിണിയായ പെണ്ണ് ഒരിക്കലും TV കാണരുത്. ഗർഭിണിയായ പെണ്ണ് ഒരിക്കലും അനാവശ്യം സംസാരിക്കരുത്. ഗർഭിണിയായ പെണ്ണ് ഒരിക്കലും ഈ ടിക്ടോക്ക് കണ്ടിട്ട് അത് എല്ലാം പഠിക്കുന്നത് നമ്മളല്ല, നമ്മളായിരിക്കും അത് ആസ്വദിക്കുന്നത്. ഇതല്ല ഇതിന്റെ ഉള്ളിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഉമ്മ ഏതിനോടാണോ താല്പര്യം കാണിക്കുന്നത് ആ താല്പര്യത്തോടെ ആയിരിക്കും ആ കുട്ടി പ്രസവിക്കുമ്പോൾ വളർന്നു വരുന്നത്. യാതൊരു സംശയമില്ല. 24 മണിക്കൂറും ഖുർആൻ ഓതുന്ന ഉമ്മയാണോ, അൽഹംദുലില്ലാഹ്, ആ കുട്ടി വളർന്നു വരുന്നത് പരിശുദ്ധമായ ഖുർആനുമായിട്ടായിരിക്കും. നോക്കിക്കോളി, നിങ്ങൾ പരിശോധിച്ചോളി. അതിനൊക്കെ ശാസ്ത്രീയ വശങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അതിലേക്കൊന്നും ഞാൻ കടക്കല്ല, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ടച്ച് ചെയ്തു പോവുകയാണ് ആ വിഷയങ്ങളൊക്കെ. അപ്പൊ ഉമ്മാന്റെ മടിത്തട്ടാണ് മദ്രസ. അവിടെയാണ് ഉമ്മ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അവിടെയാണ്. ഈ കുട്ടിയെ പഠിപ്പിച്ചു കൊടുക്കണം. ബിസ്മി ചൊല്ലി പഠിപ്പിക്കണം. ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിക്കാൻ പഠിപ്പിക്കണം. വലത് കൈ കൊണ്ട് തിന്നാൻ പഠിപ്പിക്കണം. ഇരുന്നു കൊണ്ട് തിന്നാൻ പഠിപ്പിക്കണം. ഭക്ഷണപാത്രത്തിന്റെ മുന്നിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പഠിപ്പിക്കണം. ഇതൊക്കെ പഠിപ്പിക്കേണ്ട ആരാ? പള്ളിക്ക് ഉസ്താദല്ല. കുട്ടിയുടെ കയ്യിൽ സമോസ കൊടുക്കുമ്പോ ഇടത് കൈ നീട്ടുമ്പോ കൊടുക്കല്ലേ, അത് വലത് കൈയിലേക്ക് വെച്ചു കൊടുക്കേണ്ടത് ഉമ്മയല്ലേ? മോനെ, കുൽ ബിയമീനിക, നിന്റെ വലത് കൈ കൊണ്ട് നീ കഴിക്കണേ. സമ്മില്ലാ, ബിസ്മി ചൊല്ലി കഴിക്കണേ. വകുൽ മിമ്മാ യലീക, ഭക്ഷണത്തിന്റെ മുൻപിൽ നിന്ന്, ആ മുൻഭാഗത്തുള്ള ഭക്ഷണത്തിൽ നിന്ന് തുടക്കം കുറിക്കണേ. ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെയാണ്. അവിടെ ഇവിടെ ഒന്നും വാരി തിന്നാൻ പാടില്ല. ഇത് പഠിപ്പിച്ചു കൊടുക്കണം. മുൻഭാഗത്ത് നിന്ന് കഴിക്കണം. ബിസ്മി ചൊല്ലാൻ പഠിപ്പിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുഹൃത്തുക്കളെ, നിങ്ങൾ ഇതിന്റെ മഹത്വം പഠിക്കണം കേട്ടോ. അള്ളാഹുവിന് തൗഫീഖ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സമയം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ എന്താണ് ബിസ്മില്ലാഹിർ റഹ്മാൻ എന്ന് പഠിപ്പിച്ചു തരാം. അത് മാത്രം മതി. 2-2.5 മണിക്കൂർ ബിസ്മില്ല. ഏത് കാര്യത്തിലും ബിസ്മില്ല വേണം. ബിസ്മില്ല ഇല്ലാതെ നിങ്ങൾ തുടങ്ങുന്ന എല്ലാ കാര്യം ബാത്തിലാണ്, എല്ലാ കാര്യത്തിലും. അതുകൊണ്ട് ഒരുപാട് ശൈത്താന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. വസ്ത്രം ധരിക്കുമ്പോ ബിസ്മില്ല ചൊല്ലണം. വസ്ത്രം അഴിക്കുമ്പോ ബിസ്മില്ല ചൊല്ലണം. വസ്ത്രം അഴിക്കുന്ന സമയത്തും ധരിക്കുന്ന സമയത്തും ബിസ്മില്ല ചൊല്ലാതെ നമ്മൾ വസ്ത്രം ധരിച്ചാൽ പിശാച് നമ്മുടെ ഔറത്തിലേക്ക് നോക്കി ചിരിക്കും, നമ്മളെ ഇടങ്ങേറാക്കുവൻ. വീട്ടിൽ കയറുമ്പോ ബിസ്മില്ല ചൊല്ലണം, ഇറങ്ങുമ്പോ ബിസ്മില്ല ചൊല്ലണം. ഒരുപാട് കാര്യത്തിലുണ്ട്, ഒരുപാട് ഹദീസുകളുണ്ട്. അത് നമ്മുടെ വിഷയമല്ല. എന്നാലും ഭാര്യയുമായി ബന്ധപ്പെടുമ്പോ ബിസ്മില്ല ചൊല്ലിയേ തുടങ്ങാവൂ. അവിടെ മുതലാണ് നമ്മുടെ കുട്ടിയുടെ തർബിയത്തിന്റെ തുടക്കം. അതിനാണ് ഞാൻ പറഞ്ഞു വന്നത്. ഭാര്യയുമായുള്ള ബന്ധം സ്ഥാപിക്കുമ്പോ പിന്നെ കിടന്ന് കൈകാലം പിടിച്ചിട്ട് കാര്യമില്ല. ഈ ഫസ്റ്റ് നൈറ്റ് തുടങ്ങുമ്പോ ഭാര്യയുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ ബിസ്മില്ല പറഞ്ഞിട്ട് നിങ്ങൾ തുടങ്ങിയാൽ ആ കുട്ടിയെ പിശാച് തൊടൂല. നബിയുനാ റസൂലുള്ളാഹി. ആ കുഞ്ഞ് ജനിച്ചു വരുമ്പോ ആ കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് വലത് കാതിൽ ഓതി കൊടുക്കണം. സൂറത്തു ആലി ഇംറാനിലെ 36-ാമത്തെ ആയത്ത്. ഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ്ശൈത്വാനിർ റജീം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞില്ലേ, 2 പേരെ ഒഴിച്ച് ബാക്കിയുള്ള കുട്ടികളെയൊക്കെ പിശാച് സ്പർശിക്കാൻ കാരണമായേക്കാം. 2 പേരെ പിശാച് സ്പർശിച്ചിട്ടേ ഇല്ല. അത് ഒന്ന്, മറിയം ബീവിയെ പിശാച് സ്പർശിച്ചിട്ടില്ല. വബ്നഹാ, ആ മറിയമിന്റെ മകനായ ഈസാ നബിയെയും പിശാച് സ്പർശിച്ചിട്ടില്ല. എന്താ കാരണം? കുഞ്ഞുങ്ങളെ പിശാച് സ്പർശിക്കാത്തതിന്റെ കാരണം എന്താ? മറിയം ബീവിയുടെ ഉമ്മ മറിയം ബീവിയെ പ്രസവിച്ച സമയത്ത് കയ്യിലെടുത്തു വെച്ചിട്ട് അള്ളാഹുവിനോട് കാവൽ ചോദിച്ചു. കണ്ടോ, ഒരു കുട്ടിയെ, അവിടെ മുതലാണ് ഒരു കുട്ടി നന്നാവുന്നത്. ഈ കുട്ടി വാപ്പയെയും ഉമ്മയെയും അനുസരിച്ച് അള്ളാഹുവിനെ വഴിപ്പെടുന്ന ഒരു കുട്ടിയായി മാറണമെങ്കിൽ നമ്മൾ കുറെ വളർന്ന് വലുതായതിനു ശേഷം ഇവനെ നന്നാക്കാൻ പറ്റൂല. ഇന്നത്തെ ഈ ഫ്രീക്കന്മാരെ നിങ്ങൾക്ക് നന്നാക്കാൻ പറ്റുമോ? പോയി, കൈവിട്ടു പോയി. ഉപ്പാടെ കയ്യിൽ നിന്ന് പോയി ലൈസൻസ്. ഇനി ഒന്നും പറ്റൂല. ഇനി ഒരേ ഒരു വഴി എന്താ? ഇവിടെ പള്ളി വാതിന്റെ സദസ്സി വരും, ഒരു 200 റുപ്യ എടുക്കും. ഉസ്താദേ, എന്റെ മകൻ നന്നാവാനൊന്ന് ദുആ ചെയ്യണം ഉസ്താദേ, ഒന്ന് ദുആരക്കണം ഉസ്താദേ. ആരെങ്കിലും ഒക്കെ ആമീൻ പറഞ്ഞ് നന്നായാൽ നന്നായി. അവൻ ഈ ദുആയും കേൾക്കുന്നില്ല, അവൻ ഈ ആമീനും പറയുന്നില്ല. അവൻ ഏതോ വഴിയിലാണ്.
ഇതേയുള്ള ലാസ്റ്റ് ഘട്ടം പോരാ. ഇനി ഇരിക്കുന്ന സമുദായം, ഭാവി തലമുറ, ന്യൂ ജനറേഷൻ, ന്യൂ ജി, OG അല്ല. ഇപ്പൊ അവിടെ ഇതായി ന്യൂ ജി OG ആക്കി. ഇപ്പൊ OG അല്ല, ഓൾഡ് ജനറേഷൻ അല്ല, ന്യൂ ജനറേഷൻ മനസ്സിലാക്കിക്കോളി. ഇനി നമുക്ക് വരാൻ പോകുന്ന കുഞ്ഞ് പിശാച് പിടിക്കാൻ പാടില്ല. ഇന്ന് പിശാച് പിടിക്കപ്പെട്ടത് കൊണ്ടാണ് പന്തുകളിയുടെ പിന്നാലെ പോകുന്നത്. ലോകത്ത് ഇന്ത്യയിൽ വെച്ച് ഏറ്റവും കൂടുതൽ പന്തുകളി പ്രേമികളുള്ളവർ നിങ്ങളുടെ ജില്ലക്കാരാണ്. 50 കോടി രൂപയുടെ കള്ള് കുടിച്ചത് മലപ്പുറം ജില്ലയിൽ നിന്നാണ് പത്രത്തിൽ വന്നത്. 50 കോടി മെസ്സി ജയിച്ചപ്പോ ഇത് പാലക്കാട് ഇല്ല, അതോ രക്ഷപ്പെട്ട് അതെങ്ങനെ തൊട്ടടുത്ത പട്ടിക്കാടിന് അടുത്തത് കൊണ്ട് പെട്ടെന്ന് അവർക്കത് കേട്ടപ്പോ ഭയങ്കര വിഷമായി പോയി. അത് കണ്ടാ ഹൈർ അല്ല. എന്തായാലും പറഞ്ഞു വരികയാണ്, 50 കോടി രൂപ ആലോചിച്ച് നോക്കി. 5.5 കോടിയുടെ ഫ്ലെക്സ് അടിച്ചു. 5.5 കോടിയുടെ ഫ്ലെക്സ് കേരളത്തില്. ലക്ഷദ്വീപില് പോലും കടലിന്റെ അടിയിൽ കൊണ്ടുവച്ചു മെസ്സിയുടെ ഫ്ലെക്സ്. എന്നിട്ട് എന്താ ഇപ്പൊ സംഭവിച്ചറിയോ? മെസ്സിയുടെ ഡ്രസ്സ് നമ്മുടെ മക്കൾ ഇടാൻ തുടങ്ങി. ആരെയാ പിൻപറ്റുന്നത്? നബിയാണോ? പ്രസംഗിക്കുമ്പോ വലിയ പ്രസംഗം, സലാത്ത് ചൊല്ലുമ്പോ വലിയ സലാത്ത്, മൗലൂദ് ഓതുമ്പോ നബി തങ്ങളുടെ മഹബത്ത് ഒക്കെ ഉണ്ട്. പക്ഷെ പിൻപറ്റിയതാരെ? ലാ തഖൂമു ഹത്താ തഅഖുദ ഉമ്മതി മാ അഖദൽ ഉമമി വൽ ഖുറൂനി ഖബ്ലഹാ ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞില്ലേ, ഒരു കാലഘട്ടം വരും സ്വഹാബത്തെ, യൂറോപ്യൻ സംസ്കാരം ഇഞ്ചോട് ഇഞ്ച് ചാണോട് ചാൺ എന്റെ സമുദായം പിൻപറ്റാതെ ലോകം അസ്തമിക്കുകയേ ഇല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എത്ര യാഥാർത്ഥ്യമായി പുലർന്നില്ലേ? യൂറോപ്യൻകാരുടെ സംസ്കാരമാണ് ഇന്ന് നമ്മുടെ യുവതലമുറ പിൻപറ്റുന്നത്. യൂറോപ്യൻകാരൻ, പന്ത് കളിക്കാരൻ, ഫുട്ബോൾ പ്ലെയർ പച്ച കുത്തിയിട്ടുണ്ടോ? മുസ്ലിം ചെറുപ്പക്കാരനും പച്ച കുത്തുകയാണ്. ചാവക്കാടുള്ള ഒരു ദമ്പതികൾ, മുസ്ലിം ദമ്പതികൾ, ഈ മെസ്സി ജയിച്ച ദിവസത്തിലാണ് അവർക്കൊരു കുഞ്ഞ് ജനിച്ചത്. ആ കുഞ്ഞിന് പേരിട്ടത് മെസ്സി എന്നാണ്. മുഹമ്മദ് മെസ്സി എന്നുണ്ടോന്ന് തന്നെ അല്ലാഹു അലം. മുഹമ്മദ് മെസ്സി എന്നുണ്ടോന്നറിയില്ല. അവർ വലിയ ആവേശത്തോടെയാണ് പറയുന്നത്, എന്റെ കുട്ടിക്ക് ഞാൻ മെസ്സി എന്ന് ഞങ്ങളുടെ കുട്ടിക്ക് പേരിട്ടത്. എന്താണ്? നടന്ന് മെസ്സിയുടെ സമയമല്ലേ? ആരെ പിൻപറ്റിയപ്പോ? ആരെ പിൻപറ്റി? നിങ്ങൾ പറയും. നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലേ, ഒരു കാലഘട്ടം വരും ശിബ്റൻ ബിശിബ്രിൻ വദിറാൻ ബിദിറാ. ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരെ നോക്ക്, ജേഴ്സി ധരിച്ചു നടക്കുന്ന ആ ടീഷർട്ട് ആരുടെ? മെസ്സി നമ്പർ 10 അല്ലേ? ചെറുപ്പക്കാർ ധരിക്കുന്നതാണ് മെസ്സി നമ്പർ 10. കാരണം അവന് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഫുട്ബോൾ പ്ലെയറെ നമുക്ക് ഇഷ്ടപ്പെടാം, അതൊക്കെ അത് കളി പോട്ടെ, പക്ഷെ ആരാധന പാടില്ല. ഞാൻ ഈ പഴിച്ചു പോകുന്ന മക്കള് നിസ്കരിക്കുമ്പോഴും അത് തന്നെ, നമസ്കരിക്കാൻ വരുമ്പോഴും അത് തന്നെ, കൊച്ചുകുട്ടികൾ മദ്രസയിൽ വരുമ്പോഴും അത് തന്നെ. ഈ മെസ്സിയുടെ നമ്പർ 10 പേര് വിട്ടിട്ട് ഫ്രണ്ടിൽ നിൽക്കും. നമ്മൾ പറയും കൈകെട്ട അങ്ങനെ സല്ലല്ലാഹു തആല സ്വലാത്തുല്ലാഹി 4 റക്അത്ത് എന്ന് പറയുമ്പോൾ ഈ മെസ്സിയുടെ നമ്പറും പേരും കാണുന്നത്. അപ്പോൾ നമ്മൾ ഉസല്ലിലിൽ മെസ്സി 4 റക്അത്ത്, 4 അല്ല 10 റക്അത്ത്, 10 ആണല്ലോ 10 റക്അത്ത്. അല്ലാഹു കാണുമ്പോൾ അതല്ലേ പള്ളിക്ക് മൊത്തം വരുന്ന അങ്ങനല്ലേ? അല്ലേ അല്ലേ. ചിലപ്പോൾ ഈ വാദ സദസ്സിൽ നോക്കിയാലും കാണും ഒരെണ്ണം, ബർക്കത്തിന്റെ ഒരെണ്ണം കാണും. കാരണം ഈ കളർ ഇട്ടതും അത് തന്നെ. അപ്പൊ അത്രയ്ക്ക് ആരാധനയായി പോയി, കൈവിട്ടുപോയി, പിടിവിട്ടുപോയി. ഇവൻ ഇഷ്ടപ്പെടുന്നവരെയാണ്. ويوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا يا ويلتى ليتني لم اتخذ فلانا خليلا. നാളെ ഒരു വിഭാഗം ആളുകൾ വിരൽ കടിക്കുന്ന രംഗമാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്. യുവാക്കളെ, യുവതികളെ, ഉമ്മമാരെ, നമ്മുടെ മക്കളെ അല്ലാഹുവിന്റെ റസൂലുമായി ബന്ധിപ്പിച്ചില്ല എങ്കിൽ നാളെ ഈ മാതാപിതാക്കൾ വിരൽ കടിക്കേണ്ടി വരും. അതാണ് ഈ വിനീതം പറഞ്ഞുകൊണ്ടുവരുന്നത്. ആദരവായ റസൂലുള്ളാഹി തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അറേബ്യൻ കാലഘട്ടത്തിൽ ഉഖബത്ത് ബിൻ അബീ മുഈത്ത് എന്നാണ് അവന്റെ പേര്. നബിയുനാ
റസൂലുള്ളാഹി തങ്ങളെ ഏറ്റവും കൂടുതൽ പ്രണയിച്ച വ്യക്തിയാണ്. പക്ഷേ അവൻ മുശ്രിക്കാണ്, അവൻ മുസ്ലിമല്ല. ഒരിക്കൽ അദ്ദേഹം ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് വെച്ചിട്ട് ജനങ്ങളെ വിളിച്ച് ഭക്ഷണം കൊടുക്കുന്ന സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അങ്ങനെ അള്ളാന്റെ റസൂലിനെ അദ്ദേഹം പോയി ക്ഷണിക്കുകയാണ്. മുഹമ്മദേ, ഇന്നെന്റെ അത്താഴ വിരുന്നിൽ പങ്കെടുക്കാൻ നീ വരണേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് സ്വീകരിച്ചിട്ട് പോവുകയാ. ഭക്ഷണം നബി തങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവെക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് തന്റെ കൂട്ടുകാരനോട് പറയുകയാണ്, വലം അദ്ഖുതഅമൻ ഹത്താ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്. ഉഖബത്തേ, നീയും ഞാനും വലിയ അഭേദ്യമായ ബന്ധമാണ്, കൂട്ടുകാരാണ്, സുഹൃത്തുക്കളാണ്. ബാല്യകാല സുഹൃത്തുക്കൾ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് പോലെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് പറയുകയാണ്, നീ എന്നെ ക്ഷണിച്ചപ്പോ ഞാനിതാ നിന്റെ വീട്ടിലേക്ക് ക്ഷണം സ്വീകരിച്ചു വന്നവനാണ്. നീ എനിക്ക് ഭക്ഷണം നൽകുകയാണ്, ആ ഭക്ഷണം ഞാൻ കഴിക്കാൻ പോവുകയാണ്. പക്ഷേ ഉഖബത്തേ, ഞാൻ ഈ ഭക്ഷണം കഴിക്കണമെങ്കിൽ നീ അല്ലാഹുവിൽ വിശ്വസിക്കണം കേട്ടോ. അല്ലാഹുവിൽ വിശ്വസിക്കണം. ഉഖബത്ത് ബിൻ അബീ മുഈത്ത് റളിയല്ലാഹു പറയണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടത്തിലുള്ള കൂട്ടുകാരനാണ്. അപ്പൊ സുഹൃത്തുക്കളാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളൊക്കെ ഇരിക്കി താമസിക്കുമ്പം അവരുടെ കല്യാണത്തിന് നമ്മൾ പോകും. തആമുല്ലദീന ഊത്തുൽ കിതാബ ഹല്ലുൽ ലക്കും വ തആമുക്കും ഹല്ലുൽ ലഹും. അവരുടെ ഭക്ഷണം നിങ്ങൾക്കും അനുവദനീയം, നിങ്ങളുടെ ഭക്ഷണം അവർക്കും അനുവദനീയം. പക്ഷേ ഇറച്ചി തിന്നുമ്പോൾ മാത്രം സൂക്ഷിച്ചാൽ മതി. ബാക്കി ഇപ്പോൾ പോയിട്ട് സാമ്പാർ കുടിക്കുന്നുണ്ടോ, പുളിശ്ശേരി അടിക്കുന്നതുകൊണ്ടോ, പായസം കുടിക്കുന്നതുകൊണ്ടോ, ഭക്ഷണം കഴിക്കുന്നുണ്ടോ കുഴപ്പമില്ല. ഇറച്ചി വരുമ്പോൾ മാത്രം അത് സൂക്ഷിച്ചാൽ മതി. അത് ഹലാലാണോ ഹറാമാണോ എന്ന് അന്വേഷിച്ചാൽ മതി. അപ്പോൾ ഉഖബത്ത് ബിൻ അബീ മുഈത്ത് തന്റെ മുന്നിൽ നബിതങ്ങളുടെ മുന്നിൽ ഭക്ഷണം കൊണ്ടുവച്ചു. ഭക്ഷണം കൊണ്ടുവച്ചപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, നമ്മളൊക്കെ സുഹൃത്തുക്കളാണ്, നീ അല്ലാഹ് അല്ലാതെ മറ്റൊരു ദൈവത്തെ വിശ്വസിക്കരുത്. ആരാധനയ്ക്കിറങ്ങാൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. അതുകൊണ്ട് അല്ലാഹുവിനെ നീ വിശ്വസിച്ചാൽ ഞാൻ ഈ ഭക്ഷണം കഴിക്കാം. അന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ വീട്ടിൽ ഒരാൾ ക്ഷണിക്കപ്പെട്ട അതിഥി ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് ഭക്ഷണം കഴിക്കാതെ ഇറങ്ങി പോവുക എന്നുള്ളത് അത് ആ ആതിഥേയനെ അപേക്ഷിച്ചിടത്തോളം വലിയ ഒരു നാണക്കേടാണ്, ഒരു നിന്ദ്യതയാണ്. ഒരു വലിയ ഒരാൾ, അറിയപ്പെട്ട ഒരാൾ, ഇപ്പൊ നമ്മൾ ഇപ്പൊ ഒരു തങ്ങളെ വിളിച്ച് നമ്മുടെ പുറക്ക് കൊണ്ടുവന്നിട്ട് ആ തങ്ങൾ ഭക്ഷണം കഴിക്കാതെ പോയാൽ ആ വീട്ടുകാർക്ക് എത്ര വിഷമമുണ്ടാവും എന്നതുപോലെ ഒരു അറിയപ്പെട്ട ഒരു വ്യക്തി നമ്മുടെ പുറയിലേക്ക് വന്നിട്ട് ഭക്ഷണം കഴിക്കാതെ പോയപ്പോ അദ്ദേഹത്തിന് വലിയ വിഷമം ഉണ്ടാവും. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ശഹാദത്ത് കലിമ ചൊല്ലിയിരിക്കുന്നു. അപ്പൊ നബി തങ്ങൾ ഭക്ഷണം കഴിച്ചു. ഉഖബത്ത് ബിൻ അബീ മുഈത്തിന്റെ കൂട്ടുകാരനാണ് ഉബയ്യ് ബിൻ ഖലഫ് ലഅനത്തുല്ലാഹി അലൈഹി. ആ ഉബയ്യ് ബിൻ ഖലഫ് നബി തങ്ങളുടെ വിരോധിയാണ്. ഉബയ്യ് ബിൻ ഖലഫിന്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, അല്ല നീ അറിഞ്ഞോ, സംഭവം അറിഞ്ഞോ, ഉഖബത്ത് ബിൻ മുഈത്ത് മുസ്ലിമായി, നീ അറിഞ്ഞോ? മുഹമ്മദിന്റെ വീട്ടില്, ആ ഉഖബത്തിന്റെ വീട്ടിൽ മുഹമ്മദിനെ ഭക്ഷണത്തിന് വിളിച്ചു. മുഹമ്മദ് പോയിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോയി, ഷഹാദത്ത് കലിമ ചൊല്ലി അവൻ മുസ്ലിമായി. അതെയോ? ഉടനെ ഉഖബത്ത് ബിൻ മുഈത്തിനെ ഉബയ്യ് ബിൻ ഖലഫ് വിളിക്കുവാൻ നേരെ ക്ഷണിച്ചു വരുത്തുകയാണ്. അല്ലേ ഉഖബത്തേ, സബഅത, നീ മതം മാറിയോ ഉഖബ? ഇല്ല, ഒരിക്കലും ഞാൻ മതം മാറിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ ഉബയ്യ് ബിൻ ഖലഫ് തിരുത്തി കൊടുക്കുകയാണ്. മുഹമ്മദിനെ നീ ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിച്ചിട്ട് ആ ഭക്ഷണത്തിന്റെ മുന്നിൽ വെച്ച് നീ ഷഹാദത്ത് കലിമ ചൊല്ലിയവനല്ലേ എന്ന് പറഞ്ഞപ്പോ ഉഖബത്ത് ബിൻ അബീ മുഈത്ത് ഉബയ്യ് ബിൻ ഖലഫിനോട് വിശദീകരണം പറയാൻ കിട്ടിയ ഭാഗ്യം നഷ്ടപ്പെടുത്തിയതിന്റെ പേരിൽ ഇവൻ നാളെ വിരൽ കടിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ ഇവിടെ അറിയിക്കുന്നത്. എന്റെ സഹോദരി സഹോദരങ്ങളെ, നിങ്ങളും ഒന്ന് കേൾക്കണേ. അഹങ്കാരികൾ, അക്രമികൾ നാളെ വിരലുകൾ നിരാശയോടെ വളരെ വിഷമത്തോടെ ദുഃഖത്തോടെ ദുഃഖഭാരത്തോടെ അവർ തന്റെ വിരലുകൾ കടിക്കുന്ന രംഗം ഒന്ന് ഓർക്കണേ. യഖൂലു, അവൻ ആ വിരൽ കടിച്ചുകൊണ്ട് പറയുകയാണ്, യാ ലൈതനി തഖതു മഅർ റസൂലി സബീലാ. അല്ലാഹുവേ, ഞങ്ങൾ മെസ്സിയെ ആരാധിക്കുന്നതിന് പകരം ഞങ്ങളുടെ ഹബീബിനെ ഞങ്ങൾ സ്നേഹിച്ചിരുന്നെങ്കിൽ, നെയ്മറിനെ ആരാധിക്കുന്നതിന് പകരം ഞങ്ങളുടെ ഹബീബിനെ ഞങ്ങൾ സ്നേഹിച്ചിരുന്നെങ്കിൽ, റൊണാൾഡോയെ ആരാധിക്കുന്നതിന് പകരം ഞങ്ങളുടെ ഹബീബായ തങ്ങളെ ഞങ്ങൾ സ്നേഹിച്ചിരുന്നെങ്കിൽ, യഖൂലു യാ ലൈതനി ഇത്തഖൽതു മഅർ റസൂലി സബീലാ.
അല്ലാഹുവേ ആ റസൂലുള്ളാഹി തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ കഴിയാമായിരുന്നല്ലോ. ലഖദ് അളല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി. അല്ലാഹ് ഈ പന്ത് കളി വന്നതോടെ, ഈ ഫുട്ബോൾ കളി വന്നതോടെ, ഈ ക്രിക്കറ്റ് കളി വന്നതോടെ, ഈ സിനിമാ ഫീൽഡ് തുറന്നതോടെ ഞാൻ പിഴച്ചുപോയല്ലോ അല്ലാ, പിഴച്ചുപോയല്ലോ അല്ലാ. എന്റെ റസൂലിനെ എനിക്ക് കൂട്ടുകാരനായി ലഭിച്ചില്ലല്ലോ അല്ലാ. ഉഖബത്ത് ബിൻ മുഅയ്ത്ത് കടിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ വഴികളിൽ നിന്ന് വ്യതിചലിച്ച് യൂറോപ്യൻ സംസ്കാരത്തെ ആരാണോ പിൻപറ്റുന്നത് അവരും നാളെ വിരൽ കടിക്കേണ്ടി വരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഓർത്തോളി, ഈ സൂറത്ത് പഠിച്ചു വെച്ചു. നബി മതിയായിരുന്നു എനിക്ക്, നബി മതിയായിരുന്നു എനിക്ക്. എനിക്ക് നെയ്മർ റൊണാൾഡോ അല്ല എന്റെ വലുത്, എനിക്ക് ദുൽഖർ സൽമാനോ മമ്മൂട്ടിയോ മോഹൻലാലോ അല്ല വലുത്, എനിക്ക് പൃഥ്വിരാജ് അല്ല വലുത്, എന്റെ റസൂലാണ് എനിക്ക് വലുത് എന്ന് അവൻ അന്ന് ചിന്തിക്കും. ഇന്ന് ചിന്തിക്കൂല. ഇന്ന് ഫ്രീക്കനായി പോയി, ഇന്ന് ചിന്തിക്കൂല. ഫ്രീക്കനാവാൻ കാരണമാര്? ഉമ്മ പ്രസവിച്ച് കയ്യിലെടുത്ത ഉടനെ ഈ ദുആ ചൊല്ലാൻ മറന്നുപോയി. മറിയം ബീവിക്ക് വേണ്ടി ഹന്ന റളിയല്ലാഹു അൻഹ ദുആ ചെയ്തു. മറിയം ബീവി പിഴച്ചില്ല, മറിയം ബീവി പിഴച്ചില്ല. വദ്കുർ ഫിൽ കിതാബി മറിയം ഇദിൻ തബദത് മിൻ അഹ്ലിഹാ മകാന ശർഖിയാ ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബ. അല്ലാഹുവിന്റെ പ്രവാചകൻ പരിശുദ്ധമായ ഖുർആനിലൂടെ മറിയം ബീവിയെ കുറിച്ച് അല്ലാഹ് ഇതാ ചെറിയ ഒരു ഉദാഹരണം പഠിപ്പിച്ചു തരികയാണ്. മറിയം ബീവിയുടെ ചെവിയിൽ അല്ലാഹു ഈ ഉമ്മയെ കൊണ്ട് ഓതിക്കൊടുത്തു. ഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. പടച്ചവനേ, പിശാചിന്റെ ശർറിൽ നിന്ന് എന്റെ മകളെയും എന്റെ മകൾക്കുണ്ടാകുന്ന മകനെയും പടച്ചവനേ പിശാചിനെ തൊട്ട് നീ സഹായിക്കണേ അല്ലാ. പിശാചിനെ തൊട്ട് സഹായിക്കണേ അല്ലാ ദുആ ചെയ്തു. കബൂലായി, കബൂലായി. فأرسلت إليها رسلا فأرسلت إليها فمثل لها بشرا سويا. മറിയം ബീവി ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. സുന്ദരിയായ പെണ്ണാണ്, ചെറുപ്പക്കാരിയാണ്. ആരോരുമില്ലാത്ത ഒറ്റപ്പെട്ട ഒരു തോട്ടത്തിൽ അവൾ താമസിക്കുമ്പോ അള്ളാഹു അവളെ ഒന്ന് പരീക്ഷിക്കുകയാ. ഒരു സുന്ദരനായ ചെറുപ്പക്കാരന്റെ കോലത്തില് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവളുടെ കൂടാരത്തിലേക്ക് അയക്കുകയാണ്. ആരുമില്ല, ഒറ്റയ്ക്കാണ്, ഒരു ചെറുപ്പക്കാരിയാണ്. അവളെ വിസ്മയിപ്പിക്കുന്ന സൗന്ദര്യത്തോടെ ഇതാ ഒരു ചെറുപ്പക്കാരൻ മുന്നിൽ വന്ന് നിൽക്കുകയാ. അല്ലാഹുവേ, ആ മഹതിയായ യുവതിയായ മറിയം ബീവി ചോദിക്കുകയാണ്, ആരാണടാ നീ? വളരെ ഗൗരവത്തോടെയാണ്. അല്ലാഹുവേ, ഈ പിശാചിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു അല്ലാ. പടച്ചവനെ, ഈ ചെകുത്താനിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു അല്ലാ. പക്ഷേ തന്നെ ആക്രമിക്കാമെന്ന ഒരു പുരുഷനാണെന്ന് കരുതിയിട്ട് ബഹുമാനപ്പെട്ട മറിയം ബീവി അലൈഹിസ്സലാം അല്ലാഹുവിനോട് കാവൽ തേടുകയാണ്. അല്ലാ, ഈ പിശാചിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു അല്ലാ. കണ്ടോ, ഒരു അന്യ പുരുഷൻ തന്നെ ആകർഷിക്കാൻ വന്നപ്പോ പെട്ടെന്ന് അള്ളാഹുലേക്ക് തിരിഞ്ഞു. അതാണ് പെണ്ണ് വേണ്ടത്. ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു പെണ്ണ് ഒരു അന്യ പുരുഷനാണ് വരുന്നതെങ്കിൽ ചിരിച്ച് സംസാരിച്ചാൽ നമ്മൾ ചിരിച്ച് സംസാരിക്കരുത്, ഗൗരവത്തോടെ സംസാരിക്കണം. ഭർത്താവ് മാർക്കറ്റിൽ പോയിരിക്കാണ്, ഭർത്താവ് വെളിയിൽ പോയിരിക്കാണ്, ഭാര്യ മാത്രമേ ഉള്ളൂ വീട്ടില്. പല ആളുകളും വരും. അപ്പൊ ഭർത്താവിനെ ചോദിച്ചു വരും. ഭർത്താവിനെ ചോദിച്ചു വരുമ്പം ചിരിച്ചുകൊണ്ടല്ല സംസാരിക്കാം, വളരെ ഗൗരവത്തോട്. അദ്ദേഹം ഇല്ല, അദ്ദേഹം മാർക്കറ്റിൽ പോയി, നിങ്ങൾ അവിടെ പോയി അന്വേഷിച്ചാൽ മതി. അപ്പോൾ ഇവന്റെ മനസ്സിൽ കത്തും, ഓ ഭയങ്കര സാധനം തന്നെ അപ്പൊ ഇവള് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? അപ്പൊ അവൻ അവിടെ നിൽക്കൂല, അവൻ അവിടെ നിൽക്കൂല. പെട്ടെന്ന് അവൻ അവിടുന്ന് വണ്ടി വിടും. ഇതല്ല പയ്യെ പതുക്കെ എവിടുന്ന് നിങ്ങളെ നെല്ലൂരിന്നുള്ളതാണ്. ഞാൻ ഇക്കാന്റെ നമ്പർ തരാം കേട്ടോ, നിങ്ങൾ അതിൽ വിളിച്ചാൽ മതി. അതിൽ കിട്ടിയില്ലെങ്കിൽ എന്റെ നമ്പറിലൊക്കെ ഒന്ന് വിളിച്ചോളി, തീർന്നു. പിന്നെ ഇക്കായ ആവശ്യമില്ല, പിന്നെ ഓളെ ആവശ്യമില്ല. ഇങ്ങനെ നമ്പർ കൊടുക്കാൻ നിൽക്കണ്ട, ചിരിക്കാൻ. നിങ്ങൾ ആ പള്ളിക്ക് പോയിട്ട് ചോദിച്ചാൽ അവിടെ കാണും, അല്ലെങ്കിൽ ആ പീടികയിൽ നോക്കിയാൽ മതി, അവിടെ കാണും. കഥ അടക്കി, തീർന്നു പരിപാടി അവിടെ. മറിയം ബീവി അങ്ങനെയാണ് പ്രതികരിച്ചത്. ഉടനെ ജിബ്രീൽ പറഞ്ഞു, ഇല്ല, ഞാനേ ചെറുപ്പക്കാരനോ പഴപ്പിക്കാൻ വന്നവനല്ല,
ഞാൻ ഒരു പ്രവാചക അല്ല, ഞാനൊരു റസൂലാണ്. ഞാൻ വന്നത് ഞാൻ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്നതാണ്. എന്താണ് സന്തോഷ വാർത്ത? നിങ്ങൾക്കൊരു കുട്ടി അള്ളാഹു തരാൻ പോകുന്നു. അപ്പോൾ എന്നെ ഒരു പുരുഷന് സ്പർശിച്ചിട്ടുമില്ല, ഞാനൊന്ന് അഴിഞ്ഞാടി നടക്കുന്ന ഒരു പെണ്ണുമല്ല, എനിക്ക് പിന്നെ അങ്ങനെ ഒരു കുട്ടി ഉണ്ടാകും? നിന്നെ കൊണ്ട് ലോകത്തുള്ള ഒരു പാഠം പഠിപ്പിക്കാൻ പോവുകയാണ്. അപ്പൊ ഇവിടെയൊക്കെ വെച്ച് നമുക്ക് ശാസ്ത്രത്തിലേക്ക് കയറാൻ പറ്റും. ശാസ്ത്രമൊക്കെ ഏതെല്ലാം രീതിയിൽ കുട്ടികൾ ഉണ്ടാക്കുന്നൊക്കെ പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിന്റെ ഒരു ഊത്തിലൂടെ ഒരു കുട്ടി ഉണ്ടാക്കി കൊടുത്ത ചരിത്രം, അതൊന്നും ശാസ്ത്രത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല. പോട്ടെ, ഉടനെ തന്നെ പറഞ്ഞു ഇത് അള്ളാന്റെ തർത്തീബാണ്, ഇത് അള്ളാന്റെ തീരുമാനമാണ്, നിങ്ങൾക്കൊരു കുട്ടി അള്ളാഹു തരുന്നു. ബഹുമാനപ്പെട്ട മറിയം ബീവി അള്ളാഹു തആല പരിചയപ്പെടുത്തിയ ഒരു ചെറുപ്പക്കാരിയാ, ഒറ്റയ്ക്കൊരു ആണിനെ അള്ളാഹ് ഇട്ട് കൊടുത്തു നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇയ്യാക വൽ ഖൽവത ബിൻ നിസാ, ഇയ്യാക വൽ ഖൽവത ബിൻ നിസാ. നിങ്ങൾ എത്ര വലിയ സൂക്ഷ്മതയുള്ള പെണ്ണാണെങ്കിലും, സൂക്ഷ്മതയുള്ള ആലിമാകട്ടെ, സാലിഹീങ്ങളാകട്ടെ, ഒറ്റയ്ക്കൊരു അന്യ പെണ്ണുമായി നിങ്ങൾ ഇരിക്കരുതേ. വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി, എന്റെ ആത്മാവ് ഏതൊരു റബ്ബിന്റെ കൈകളിലാണോ ആ റബ്ബിനെ തന്നെയാണ് സത്യം ചെയ്ത് ഞാൻ പറയുകയാ. ഇല്ലാ വസാലിസുഹുമാ അശ്ശൈത്താൻ, മൂന്നാമനായി അവിടെ പിശാച്. ഒരു തെറ്റിനെ കുറിച്ചോ, ഒരു അശ്ലീല സ്വഭാവങ്ങളെ കുറിച്ചോ, ഒരു അശ്ലീല ഫോട്ടോയെ കാണുകയോ അത് ചിന്തിക്കുകയോ ചെയ്യാത്ത ഒരേ ഒരു ചെറുപ്പക്കാരൻ, അത് ഈസ ഇബ്നു മറിയമാണ്. സ്വഹാബത്തെ, ഹസൻ ഹുസൈനോടൊപ്പം യുവാക്കളുടെ നിരയിൽ നാളെ സ്വർഗത്തിൽ ഈസാ നബിയും ഉണ്ടാകും. സഹാബ, ചെറുപ്പക്കാരൻ. എന്താ സംഭവം? പെണ്ണിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരു ചെറുപ്പക്കാരനെ കിട്ടുമോ? അങ്ങനെ കിട്ടുമോ? നമ്മളൊക്കെ എത്ര എണ്ണത്തിനെ ചിന്തിക്കുന്നത്? റമദാൻ ആവുമ്പോൾ തന്നെ മുന്നിൽ വന്ന് നിന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് കൈ കണ്ണൊക്കെ അടച്ചാൽ ഇങ്ങനെ ഒന്ന് നോക്കും, ഇടയ്ക്കൂടെ ജസ്റ്റ് ഇങ്ങനെ ഓടിച്ചിട്ടൊന്ന് നോക്കിപ്പോകും. ഇങ്ങനെ ഇതിലിങ്ങനെ വരുന്ന പെണ്ണുങ്ങൾ എങ്ങനെങ്കിലും ഓടിച്ച് അത് നോക്കാതിരിക്കാൻ പറ്റൂല. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ ഓളെ കുറിച്ചും, ആര് ഒറിജിനൽ ഓളല്ല, അവളെ ചിന്തിക്കാറില്ല, മരിച്ചാൽ പോലും ചിന്തിക്കൂല, പാവം ഐറ്റം. മറ്റേ ഡൂപ്ലിയെ കുറിച്ച് ചിന്തിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈസാ നബി ഒരു ചെറുപ്പക്കാരനാണ്. എന്താ ക്വാളിറ്റി? ഒരു പെണ്ണിനെ കുറിച്ച് ചിന്തിക്ക പോലും ജീവിതത്തിൽ ചെയ്തിട്ടേ ഇല്ല. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ഒരു ചെറുപ്പക്കാരന് കിട്ടുമോ? ഒരു പെണ്ണിനെ കുറിച്ച് ജീവിതത്തിൽ ചിന്തിച്ചിട്ടേ ഇല്ല, ഒരു തെറ്റിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലില്ല. അതുകൊണ്ട് സ്വർഗത്തിലെ നേതാവ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാരുടെ കൂട്ടത്തിൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്താ ഈ ക്വാളിറ്റി കിട്ടാൻ കാരണം? ഉമ്മച്ചി ഉമ്മ, ഉമ്മാടെ ഉമ്മ, ഉമ്മുമ്മ, എന്താ പറയാ, വല്യുമ്മ ഓതി കൊടുത്തു. തന്റെ കുഞ്ഞിനെടുത്ത് കയ്യിൽ വെച്ചിട്ട് ഓതി കൊടുത്തു, ഇന്നി ഉഈദുഹാ ബിക് വദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. ഓതിക്കോളി, നിങ്ങളുടെ കുട്ടികളെ എടുത്തു വെച്ചോട്ടെ. മഹാന്മാരായ മുഫസ്സിരികൾ പറയുന്നു, ഏതൊരു കുട്ടിയുടെ വലത് കാതിൽ അവൻ പ്രസവിച്ച ഉടനെ എടുത്ത് ഇത് ഓതുന്നുവോ ആ കുട്ടി വ്യഭിചരിക്കൂല, പിഴച്ചു പോകൂല. ഇനി ഓതിക്കോളി ഇൻഷാ അല്ലാഹ്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഈസാ നബി, മറിയം ബീബി പിഴച്ചു പോയിട്ടില്ല, ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിലേക്ക് കടക്കാൻ തിരിച്ച്, ഇപ്പൊ മാതാപിതാക്കളാണ് നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അവരിത് കൈകാര്യം ചെയ്യണം. ഇല്ല എങ്കിൽ നാളെ ആഖിറത്തിൽ എന്താകും? ഈ മാതാപിതാക്കൾ മക്കൾക്കെതിരാവും. അതാ ഞാൻ പറഞ്ഞു വന്നത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നൽ വാലിദ യതഅല്ലഖു ബിവലദിഹി യൗമൽ ഖിയാമ. നാളെ ഖിയാമത്ത് നാളിൽ മാതാപിതാക്കളും മക്കളും തമ്മിൽ കണ്ടുമുട്ടുകയാണ്. കണ്ടുമുട്ടുന്ന സമയത്ത് ഈ ഉപ്പ തന്റെ മകന്റെ അരികിലേക്ക് പോവുകയാണ്. യാ ബുനയ്യ, പൊന്നുമോനെ, ഇന്നി കുന്തുലക വാലിദാ വലക മുഹാമിയാ. പൊന്നുമോനെ,
ഞാൻ നിന്റെ ഉപ്പയായിരുന്നില്ലേടാ, ദുനിയാവിൽ നിന്റെ ഉപ്പയായിരുന്നില്ലേ, നിന്റെ സംരക്ഷകനായിരുന്നില്ലേ, നീ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ വാങ്ങിത്തന്നത് നിന്റെ ഉപ്പയല്ലേ, നിനക്ക് ആവശ്യമുള്ള വസ്ത്രം വാങ്ങിത്തന്നതും നിന്റെ ഉപ്പയല്ലേ, നിന്നെ ഉന്നതമായ പഠനങ്ങൾ നൽകി നിന്നെ ആദരിച്ചതും ഈ ഉപ്പയല്ലേ, സുന്ദരിയായ പെണ്ണിനെ നല്ല കുടുംബത്തിൽ കൊണ്ടുപോയി ഒരു കല്യാണം നടത്തി തന്നതും ഈ ഉപ്പയായിരുന്നില്ലേ? അതെ, ഫയുസ്നി അലൈഹി ഖൈറാ, ഈ മകൻ ഈ ഉപ്പയോട് പറയുകയാണ് അതെല്ലാം ശരി തന്നെയാണ് ഉപ്പ. എന്താണ് ഉപ്പക്ക് വേണ്ടത്? അടുത്ത ഉപ്പാന്റെ അടുത്ത ചോദ്യം, ഇന്നി ഖദ് ഹതജ്തു മിൻ മിസ്ഖാലി ദർറത്തിൻ മിൻ ഹസനാതിക അൻജു മിമ്മാ തറാ. മക്കളെ വളർത്തിയിട്ട് വലിയ വിദ്യാഭ്യാസം കൊടുത്ത് ഭൗതികമായ ഉന്നത തലങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ഉപ്പമാരെ, ഉമ്മമാരെ, നാളെ ആഖിറത്തിൽ ഈ മക്കളെ കൊണ്ട് പ്രയോജനമുണ്ടാവുകയില്ല. ഹദീസാണ് കേട്ടോ. പരിശുദ്ധമായ റമദാനിന്റെ 10 നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോവുകയാ. അവൻ കുറച്ച് പണം ഉണ്ടാക്കി നമുക്ക് അയച്ചു തന്നത് കൊണ്ട് കാര്യം എന്താ സഹോദരാ? ഒരു ദിവസം ഈ കണ്ണടഞ്ഞു പോകുമ്പോ ഈ മുണ്ടത്തു പള്ളി ഖബറിസ്ഥാനിൽ നമ്മുടെ മയ്യത്ത് കൊണ്ടിട്ട് എല്ലാവരും മടങ്ങിപ്പോകുമ്പോ സുബ്ഹാനല്ലാഹ് അവിടെ നിന്ന് നമുക്കൊരു യാത്രയുണ്ട് കേട്ടോ. വലം തുസാഫിർ അബ്അദ മിൻഹു, ഇതുപോലൊരു യാത്ര നമ്മൾ ചെയ്തിട്ടേ ഇല്ല. അത് ബർസഖിൽ നിന്ന് മഹ്ശറിലേക്കുള്ള യാത്രയാണ്. അവിടെയാണ് നമ്മുടെ മക്കളെ കാണാൻ പോകുന്നത്. അവിടെയാണ് വലിയ സംഗമം നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അവിടെയാണ് ജനസാഗരങ്ങൾ ഇരച്ചു കയറുന്നത്. അവിടെയാണ് മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയുന്നത്. അവിടെയാണ് മനുഷ്യന്റെ വില മനസ്സിലാക്കുന്നത്. അവിടെയാണ് മക്കളും മാതാപിതാക്കളും തമ്മിൽ അകന്നു പോകുന്നത്. ആ ഒരു സന്ദർഭത്തിൽ എന്റെ സ്വന്തം തടിയൊന്ന് രക്ഷപ്പെടാൻ അതിനുള്ള വഴിയാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതാ വജീഅ ജഹന്നമ യൗമഇദിൻ വജീഅ യൗമഇദിൻ ബിജഹന്നം യൗമഇദി യതദക്കറുൽ ഇൻസാൻ ഫഅന്നാ ലഹു ദിക്റാ. മനുഷ്യനാളെ വിറങ്ങലിച്ചു നിൽക്കുമ്പോ വിയർപ്പിൽ കുളിച്ചു നിൽക്കുന്ന സമയമാണ്. തന്റെ തലയ്ക്ക് മീതെ ഗർജിച്ചു നിൽക്കുന്ന സൂര്യനാണ്. ഈ സൂര്യന്റെ ആഘാതത്തിൽ മനുഷ്യൻ ഇതാ ഉരുകിത്താഴുമ്പോ അല്ലാഹുവേ, തട്ടഹസിക്കുന്ന ആ പ്രകമ്പനം കൊള്ളുന്ന ആ നരകം ഞാൻ കാണുകയാണ് അല്ലാ. ആ നരകത്തിലെത്താൻ വാപ്പാക്ക് 99.5 മാർക്കുണ്ട്. അര മാർക്കിന്റെ വ്യത്യാസത്തിൽ ഈ വാപ്പ സ്വർഗത്തിൽ പോകാതെ കഴിയുമ്പോ തന്റെ മകനെ നേരിൽ കാണുകയാണ് മഹ്ശറാ വൻസഭയിൽ. ആ മകനോട് പോയി ചോദിക്കുകയാ, യാ ബുനയ്യ, പൊന്നുമോനെ, വാപ്പാക്ക് 99.5 അമലുണ്ട് മകനെ. നിന്റെ വാപ്പയാണടാ ഞാൻ, നിനക്ക് വസ്ത്രം വാങ്ങി തന്നവനാണടാ ഞാൻ, നിനക്ക് വീട് വെച്ച് തന്നവനാണ് ഞാൻ, നിനക്ക് ദുനിയാവിൽ ജീവിക്കാൻ സൗകര്യം ചെയ്ത് തന്നവനാണ് ഞാൻ. ഞാൻ ഒരു അര ദിർഹമിന്റെ അര ഫിൽസിന്റെ നന്മ നീ എനിക്ക് തരണേ മകനെ. ഞാൻ സ്വർഗത്തിൽ ഒന്ന് കയറട്ടടാ പൊന്നേ. വല്ലാത്ത യാചനയാണ്. വാപ്പ തന്റെ മകനോട് യാചിക്കുന്ന രംഗാണ്. 99.5 മാർക്ക് എനിക്കുണ്ട്, 1.5 മാർക്കിന്റെ വ്യത്യാസം. പ്ലീസ് പൊന്നുമോനല്ലേ, നിനക്ക് ഞാൻ വീടുണ്ടാക്കി തന്നു, വസ്തു വാങ്ങി തന്നു, സ്ഥലം വാങ്ങി തന്നു, വണ്ടി എടുത്തു, കല്യാണം കഴിപ്പിച്ചെന്നു. പ്ലീസ് നീ എനിക്ക് 1.5 മാർക്ക് നീ തന്നാ മതി. നിന്റെ നന്മയിൽ നിന്ന് എനിക്ക് താ മോനെ, ഞാനൊന്ന് സ്വർഗത്തിൽ കയറട്ടെ. ഫല്ലാഹി, ആ മകൻ പറയുകയാണ്, ലാ അസ്തതിഉ അൻ നുഅതീക മിൻഹു ശൈആ. വാപ്പാ, ഉമ്മ മകനെ താലോലിച്ച് വളർത്തി വലുതാക്കി അങ്ങ് ഉന്നത നിലയിലേക്ക് എത്തിച്ച് അവന് എല്ലാ ജോലിയും വലിയ ശമ്പളവും വാങ്ങിക്കൊടുത്തില്ലേ? നാളെ ആഖിറത്തിൽ പോകണ്ടേ? അവിടെ നിങ്ങൾക്ക് ഈ മകനെ കാണണ്ടേ? ഈ മകനോട് കെഞ്ചുകയാണ്, യാചിക്കുകയാണ്, കാലിൽ പിടിച്ച് ചോദിക്കുകയാണ്. ഒരു അര നന്മ മതി, ഒരു നന്മ വേണ്ട. മിസ്ഖാലു ദർറത്തിൻ മിൻ ഹസനാതിക, ഒരു കടുക് മണിയുടെ നന്മ ഈ വാപ്പാക്ക് നീ ഒന്ന് തരണേ പൊന്നുമോനെ. ഈ കാണുന്ന നരകത്തിൽ നിന്ന് ഞാനൊന്ന് രക്ഷിക്കട്ടടാ.
ഉടനെ മകൻ പറയുകയാ, ഇല്ല ഉപ്പാ, തരില്ല ഉപ്പാ. ഏതൊരു നരകത്തിന്റെ ശിക്ഷയാണോ നിങ്ങൾ കാണുന്നത്, ആ ശിക്ഷ ഞാനും ഭയപ്പെടുന്നു, ആ ശിക്ഷ ഞാനും കാണുന്നു ഉപ്പാ. എന്റെ നന്മയിൽ നിന്ന് അല്പമങ്ങാണ് നിങ്ങൾക്ക് ഞാൻ വീതം വെച്ചാൽ ഞാൻ നരകത്തിൽ പോകുമെന്ന് ഭയപ്പെടുന്നു ഉപ്പാ. അതുകൊണ്ട് ഫലാ ഉതീഖു അൻ ഉഅതീക ശൈആ.